4240 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും സൈക്ലിംഗ് റൂട്ട് ഇഷ്ടപ്പെട്ട മനസ്സിലിപ്പോൾ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും റൂട്ടുകൾ ഉണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? തീർച്ചയായും മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാടുണ്ട്. അതിൽ കാശ്മീരിൽ നിന്ന് 1-ാം തീയതി ആരംഭിക്കുമ്പോൾ തന്നെ -6 അവിടുന്ന് ആരംഭിച്ചത്. അത് കന്യാകുമാരി എത്തുമ്പോൾ തന്നെ 32 ഡിഗ്രി ചൂടിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല റോഡുകൾ, കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, ഒരു നല്ല അനുഭവങ്ങൾ ഒരുപാട് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു യൂണിറ്റിയിൽ പോകാൻ സാധിച്ചു. അതൊക്കെ വലിയ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഉണ്ട്. ഈ ഒരു സൈക്ലിംഗ് എക്സ്പെഡിഷനിൽ എത്ര പേരാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് റൈഡേഴ്സ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? അതിനെക്കുറിച്ച് പറയാമോ? ഇതിൽ 150 റൈഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150 ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ കാരണം 150 റൈഡേഴ്സിന് ഇന്ത്യയുടെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനത്തു നിന്നും കൂടിയാണ് 150 പേരെ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ സൈക്ലിംഗ് എക്സ്പെഡിഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സൈക്ലിംഗ് എക്സ്പെഡിഷനിൽ സെലക്ട് ആവാനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു? അതിനെക്കുറിച്ച് പറയാമോ? ഇത് നമ്മൾ സൈക്ലിംഗ് ആക്ടിവിറ്റീസൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ട്രാവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ലിങ്ക് ഇവർ ആവശ്യപ്പെട്ടായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷനിൽ. ആ ആപ്ലിക്കേഷനിൽ ഈ സ്ട്രാവ ലിങ്ക് അവർ പരിശോധിച്ച് അതിൽ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നല്ല എല്ലാ റൈഡേഴ്സിനും അങ്ങനെ തന്നെയാണ്. അതിന് ചവിട്ടാനുള്ള യോഗ്യതനാണോ എന്ന് അവർക്ക് സ്ട്രാവ പരിശോധിച്ച് അറിയാൻ പറ്റും. അത് ഉപയോഗിച്ചാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ 4240 കിലോമീറ്റർ 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു സമയമാണത്. 4240 കിലോമീറ്റർ റൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമാണ്. ഈ എക്സ്പെഡീഷനിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ എല്ലാവരുടെയും ഒരു വികാരം എന്ന് പറയുന്നത് സൈക്ലിംഗ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് ചെയ്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് പറയാമോ? അത് ഇത് എപ്പോഴും കിട്ടാത്തൊരു സാഹചര്യമാണ്. ഇതിങ്ങനെ ഒരു വ്യത്യസ്തമായ റൈഡേഴ്സ് പലരും പല പാറ്റേണിൽ റൈഡ് ചെയ്യുന്നവരാണ്. അവരൊക്കെ കൂടെ റൈഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കണ്ടത്. നല്ല അനുഭവമായിരുന്നു. ഫ്യൂച്ചറിൽ ഇതുപോലുള്ള സൈക്ലിംഗ് എക്സ്പെഡീഷനുകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ തയ്യാറാണോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇതേപോലത്തെ ഒരു അവസരം ഇനിയും കിട്ടുമെന്ന് ആഗ്രഹിച്ചേക്കാണ്. ഇത് തീർച്ചയായും ഞാൻ അതിൽ മുൻപന്തിയിലുണ്ടാവും.